ഒരിടത്തൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ചിങ്കിരി മുത്തശ്ശി എന്നാണ് എല്ലാവരും അവരെ വിളിക്കാറ്. പലഹാരങ്ങൾ ഉണ്ടാക്കി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റാണ് മുത്തശ്ശി ജീവിച്ചിരുന്നത്. ഒരു ദിവസം പലഹാരങ്ങളുമായി പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു മുത്തശ്ശി. അപ്പോഴാണ് ആരോ കരയുന്നത് കേട്ടത്. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ഞാൻ ഈ കുഴിയിൽ വീണ് കിടക്കുകയാണ്, അയ്യോ രക്ഷിക്കണേ. ആരോ അപകടത്തിൽ പെട്ടെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും അവൾക്കെന്റെ സഹായം വേണ്ടി വരും. മുത്തശ്ശി കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നടന്നു. അവിടെ ഒരു ആനക്കുട്ടി കുഴിയിൽ വീണ് കയറാൻ പറ്റാതെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. ആനക്കുട്ട, നീ എങ്ങനെ ഈ കുഴിയിൽ വീണു? ഞാൻ കരിമ്പുംകാട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ വേട്ടക്കാർ കരിയിലകൾ കൊണ്ട് മൂടിയ ഈ കുഴി ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നെ ഒന്ന് വേഗം രക്ഷിക്കാമോ മുത്തശ്ശി? വേട്ടക്കാർ വന്നാൽ എന്നെ പിടിച്ചുകൊണ്ട് പോകും. നീ വിജനിക്കാതെടാ ആനക്കുട്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. മുത്തശ്ശി പലഹാരപാത്രം താഴെ വെച്ചിട്ട് ആനക്കുട്ടനെ രക്ഷിക്കാൻ കാട്ടുവള്ളിയും തിരഞ്ഞു പോയി. മുത്തശ്ശി പോയ തക്കം നോക്കി അവിടേക്കൊരു വികൃതിക്കുരങ്ങൻ വന്ന് ആ പലഹാരപാത്രവുമായി മരത്തിലേക്ക് ഓടിക്കയറി. അയ്യോ, എന്റെ പലഹാരപാത്രം ആ കുരങ്ങൻ കൊണ്ടുപോയല്ലോ. എന്തായാലും പോയത് പോയി, നീ കയറുവാ ആനക്കുട്ട. ആനക്കുട്ടൻ ആ വള്ളി പിടിച്ച് കരക്കു കയറി. ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി, എന്നെ ഈ കുഴിയിൽ നിന്നും രക്ഷിച്ചതിന്. നിങ്ങളുടെ പലഹാരപാത്രം ആ കുരങ്ങനിൽ നിന്നും ഞാൻ തിരിച്ചു വാങ്ങിത്തരാം. ഏയ് വികൃതിക്കുരങ്ങ, മുത്തശ്ശിയുടെ പലഹാരങ്ങൾ വേഗം തിരിച്ചു കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ നിന്റെ മരം ഞാൻ പിഴുതെറിയും. അതൊന്നും സാരമില്ല, ഇതാ ഈ ബണ്ട് നീ കഴിച്ച, ഇത് നീയും കഴിച്ച. ആനക്കുട്ടനും കുരങ്ങനും പലഹാരങ്ങൾ കൊടുത്ത് മുത്തശ്ശി അവിടെ നിന്നും പോയി.